കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരുകയും ചെയ്യും. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. യഹോവയെ അന്വേഷിക്കുന്നവർ, തിരുമുഖം തേടുന്നവർ ഒരു കാലഘട്ടത്തിലും പരാജയപ്പെടുകയില്ല. ദൈവത്തെ കാത്തിരിക്കുന്നവരെ സഹായിക്കുന്ന ദൈവം, അറിയുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം എന്നും നമ്മോട് കൂടെയുണ്ട്. കാലങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. എല്ലാ കാലഘട്ടത്തിലും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറയുന്ന ഒരു ദൈവമാണ്. മാറ്റമില്ലാത്തവനാണ്. മനുഷ്യർ പലതും മാറിയപ്പോഴും, നിലപാടുകൾ വ്യത്യസ്തമാക്കിയപ്പോഴും, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു കർത്താവ്. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ്വ എന്നാണ്. ഇന്നലെ പറഞ്ഞത് ഇന്ന് എൻ്റെ കർത്താവ് മാറ്റി പറയത്തില്ല. മനുഷ്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് പറയും. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ സാഹചര്യം അതായിരുന്നു. എന്നാൽ ഏത് കാലഘട്ടത്തിലും കഷ്ടതയുടെ തീച്ചൂളയിലിരിക്കുമ്പോഴാണ് ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയുന്നത്, ഞാൻ ചെയ്യുമെന്ന് പറയുന്നത്, ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റുമെന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകൽ നമ്മളെല്ലാം ശക്തീകരിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവത്തിനും അവിടുത്തെ നാമത്തിനും കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒന്നിലും മുട്ടില്ല. വേദനകൾ വന്നാലും താഴ്വരയിലും കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഗമനത്തെയും ആഗമനത്തെയും പ്രാണനെയും പരിപാലിക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ നമ്മോട് കൂടെയുണ്ട്. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കരത്തിൽ എന്നെ പിടിച്ചൊരു ദൈവമുണ്ട്. സ്തോത്രം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തു വന്ന് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് ചോദിക്കുന്ന ആ ശ്രേഷ്ഠ ശബ്ദത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ അവരുടെ നടുവിലുണ്ട്. ആവർത്തിച്ച് പറയുക, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. ദൈവം നമ്മുടെ നടുവിൽ വന്നാൽ ലജ്ജകൾ മാറും. ദൈവം നമ്മുടെ നടുവിൽ വന്നാൽ ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്ന് രോഗങ്ങളെ നീക്കിക്കളയും. അതിൻ്റെ നടുവിൽ ദൈവം നിന്നിട്ട് പറയും, രോഗത്തിന് ഇവരുടെ മേൽ സ്വാധീനമില്ല. ലോകത്തിൻ്റെ ശക്തികൾക്ക് ഇവരെ ജയിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യേ, നമ്മുടെ തലമുറയുടെ മധ്യേ, നമ്മുടെ ഔദ്യോഗിക മേഖലകളുടെ മധ്യേ ദൈവം വരട്ടെ. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കൂ. നിങ്ങളുടെ തുടക്കം ദൈവത്താലായിരിക്കട്ടെ, ഒടുക്കവും ദൈവത്താലായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഒരിക്കലും താളടിയാവില്ല. ധൈര്യം ചോർന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണം മുഴുവനും ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കണം. കർത്തൃത്വം കർത്താവിന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ആദ്യമാത്രമല്ല അന്ത്യവും ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. സകലത്തിൻ്റെയും ലാക്കും കാരണഭൂതനുമായവൻ ഇന്ന് പകലിലും പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി എഴുന്നേറ്റ് വന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമ്പോൾ ദുഷ്ടശക്തികളോ
തകർന്നു പോകും. ഹല്ലേലൂയ. നീതിമാന് ദൈവത്തിൽ നിന്ന് നന്മ വരും. അങ്ങനെ പറയുവീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 44-ാമത് വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നുകൊണ്ട് വിസ്മയിച്ചു. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളാണ്. പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ജനം എല്ലായിടത്തേക്കും ചിതറിപ്പോയി. ആത്മാവ് അവരെ ശക്തിയോടെ നടത്തി. സഭയ്ക്ക് സമാധാനം വന്നു. ഭ്രമിച്ചുപോയതെൻ്റെ ജനം, കുലുങ്ങിപ്പോയതെൻ്റെ ജനം, കലങ്ങിപ്പോയതെൻ്റെ ജനം പരിശുദ്ധാത്മ ശക്തിയാൽ പ്രാർത്ഥനയാൽ അവർ ഇരുന്നിടം കുലുങ്ങി. എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. യെസ്, ഹല്ലേലൂയ. അവർ ഒരേ ഹൃദയമുള്ളവരായി തീർന്നു. അവർ നടക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. അവരുടെ നിഴലുകൾ ആരുടെ മേൽ തട്ടിയാൽ രോഗികൾ സൗഖ്യമാകും. ചവിട്ടുന്നിടത്ത് ദൈവിക മഹത്വം ഇറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ പത്രോസ് ദൈവത്തിൻ്റെ മഹത്വം ശക്തിയോടെ പ്രസ്താവിക്കുകയാണ്. ഈ സമയത്ത് നമുക്കറിയാം, വചനത്തിൻ്റെ ആഴങ്ങൾ അപ്പോസ്തലൻ പ്രസ്താവിച്ചപ്പോൾ പാപമോചനത്തെപ്പറ്റി ദൈവത്തിൻ്റെ വചനത്തിലൂടെ ജനത്തെ ഉദ്ബോധിപ്പിച്ചു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു. പ്രിയ സഹോദരങ്ങളെ, പാട്ട് പാടുമ്പോഴോ പാട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴോ ഇൻസ്ട്രുമെൻസിൻ്റെ താളം കൂട്ടുമ്പോഴോ അല്ല ഹോളി സ്പിരിറ്റ് വരേണ്ടത്. വചനം നമ്മുടെ അകത്ത് ക്രിയ ചെയ്യണം. വചനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം നമ്മൾ സ്വാധീനം ചെലുത്തണം. വചനം നമ്മളോട് ഇടപെടണം. വചനമകത്ത് കുത്തണം. വചനത്താൽ കുറ്റബോധമുണ്ടാകണം, പാപബോധമുണ്ടാകണം. നമുക്കറിയാം, അഗാധമായ ഉണർവ് വരുന്നത് ആഴമായ പാപബോധം. വചനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മൾ വിവേചിക്കപ്പെടുമ്പോൾ അത് നമ്മളിൽ ഒരു വലിയ രൂപാന്തരം വരുത്തും. നമ്മൾ ഒന്നുമല്ലെന്നായിത്തീരും. നമ്മളെ തന്നെ സറണ്ടർ ചെയ്യും. ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഹോളി സ്പിരിറ്റ് വചനം കേട്ട എല്ലാവരുടെ മേലും വന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, സഭകളിൽ, കുടുംബങ്ങളിൽ വചനത്തിൻ്റെ സ്വാധീനം വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം വരട്ടെ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു നടക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരുമെങ്കിൽ ആത്മാവിൽ നടക്കുക മാത്രമല്ല, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സഭകളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, നിങ്ങളെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. നിങ്ങളുടെ തലമുറകളെ ഗൈഡ് ചെയ്യും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ പറ്റില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. പിതാവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തി. ദൈവാത്മാവേ, വചനം ഞങ്ങളുടെ മേൽ ക്രിയ ചെയ്യുമ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ പവർ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഉച്ചസ്ഥലുള്ള ശബ്ദ കോലാഹലങ്ങളല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യുന്ന, നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്ന, നിങ്ങൾക്ക് ആശ്വാസം വരുത്തുന്ന, നിങ്ങൾക്ക് ചൈതന്യം വരുത്തുന്ന, നിങ്ങൾക്ക് ഉണർവ് വരുത്തുന്ന, നിങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിയത്തക്ക രീതിയിൽ സാന്നിധ്യം ഇറങ്ങുന്നതാണ് ഹോളി സ്പിരിറ്റിൻ്റെ പവർ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അതിനു വേണ്ടി കാത്തിരിക്കാം. ആ വചനം കേട്ടവരുടെ മേൽ ഒരു കൈയടിയോടെ വേണ്ട, വചനത്തിൻ്റെ ശക്തി ആത്മാവ് നിങ്ങളുടെ മേൽ ചലിപ്പിക്കാനിടയായിത്തീരും. നമ്മുടെ മീറ്റിങ്ങുകളിൽ സംഭവിക്കട്ടെ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ സംഭവിക്കട്ടെ. പേഴ്സണൽ പ്രയറിൽ വചനത്തിൻ്റെ ശക്തി, വചനം ഉരുവിടാൻ തയ്യാറാകട്ടെ.
വചനം പ്രഖ്യാപിക്കാൻ തയ്യാറാകട്ടെ, വചനം വായിക്കാൻ തയ്യാറാകട്ടെ, വചനം നമ്മുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തട്ടെ. വചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ, വചനത്തിൽ വിറയ്ക്കാൻ തയ്യാറാകുമെങ്കിൽ, ദൈവാത്മാവ് അവരുടെ മേൽ ആത്മാവിൻ്റെ സ്വാധീനമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കർത്താവേ, ഈ സ്വാധീനം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ദൈവസഭകളുടെ മേലും അഭിഷക്തന്മാരുടെ മേലും വരട്ടെ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? അവരെ ദൈവാത്മാവ് ഇന്ന് പകൽ തൊടാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. ഇന്ന് പകൽ നമ്മുടെ മേൽ ആത്മാവിൻ്റെ ശക്തി വരട്ടെ, വെളിപ്പാടുകൾ വരട്ടെ, ദർശനങ്ങൾ വരട്ടെ, ദൂതുകൾ വരട്ടെ. നാളുകളിൽ നടക്കുന്നത് നിങ്ങൾ ആത്മാവിൽ കാണുന്ന ചില അനർത്ഥങ്ങൾ വെട്ടിമാറ്റപ്പെടാൻ ആത്മാവ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകട്ടെ. വഴികൾ അടഞ്ഞെങ്കിൽ ഇന്ന വഴിയിലൂടെ പോകാൻ പറയുന്ന ആത്മാവിൻ്റെ ഇടപെടൽ യേശുവിൻ്റെ നാമത്തിൽ, അധികാരത്തിൻ്റെ ശക്തി നിങ്ങളുടെ നാവിന്മേൽ ഇന്ന് പകൽ ഹോളി സ്പിരിറ്റ് നൽകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവമേ, എന്നെ ഒന്ന് നിറയ്ക്കണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ. ആ വചനത്തിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കുമ്പോൾ തന്നെ ഹോളി സ്പിരിറ്റിന്റെ പവറിനാൽ എന്നെ ഒന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കൂ. ആത്മാവ് നമ്മുടെ മേൽ വരട്ടെ. 120 പേരുടെ മേലും ആത്മാവ് വന്നു. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരേ ഹൃദയത്തോടെ ദൈവം പറഞ്ഞതനുസരിച്ച് ഇരിക്കാൻ പറഞ്ഞിടത്തിരുന്നപ്പോൾ ഹോളി സ്പിരിറ്റ് അവരുടെ മേൽ പതിഞ്ഞെങ്കിൽ, അഗ്നിജ്വാല പോലെ നാവുകൾ പ്രത്യക്ഷമായെങ്കിൽ. ഇവിടെ നാം വായിച്ചത് പത്രോസ് പ്രസംഗിച്ചപ്പോൾ എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. നമ്മൾ പറയുമ്പോൾ, നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം വരട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ, ഹോളി സ്പിരിറ്റ് ടച്ച് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം സ്വതന്ത്രരാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടൻ്റെ അടിത്തറകൾ ഇളകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുന്നതിന് സ്തോത്രം. ആത്മാവേ, അങ്ങയ്ക്കനുസരിച്ച് മുമ്പോട്ട് പോകാൻ, അങ്ങ് പറയുന്ന പ്രമാണമനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങളെല്ലാം ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം നമ്മുടെ വചന ശുശ്രൂഷയിലുണ്ടാവണം. വചനം കേട്ടവർ മേൽ ആത്മാവ് വരണം. ആത്മാവ് വന്നാൽ അതിനനുസരിച്ച് അവർ ചലിക്കണം. സഭകൾ അങ്ങനെ ഒരു തലത്തിലേക്ക് വരട്ടെ. കുടുംബ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ. വചനം കേൾക്കട്ടെ, വചനത്തിന് പ്രാധാന്യം കൊടുക്കട്ടെ. വചനത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി നമുക്ക് തീരാം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.